തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപി ഇറക്കിയുള്ള കലുങ്ക് സംവാദ പരിപാടി ബിജെപിയെ തന്നെ തിരിഞ്ഞുകുത്തുന്നു. ഇന്നെനിക്കൊരു നിലയം വിലയെക്കൊണ്ട് ശരിയാ എന്ന് വെച്ച് ഞാൻ പഴയതൊക്കെ മറക്കുമെന്ന് കരുതിയോ? പരാതിയുമായി എത്തുന്നവരോടുള്ള സുരേഷ് ഗോപിയുടെ നിഷേധ മനോഭാവമാണ് പുള്ളിലും ഇരിങ്ങാലക്കുടയിലും ബിജെപിയെ പ്രതിരോധത്തിലാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂരിലെ പണം തിരികെ വാങ്ങി നൽകുമെന്ന് പ്രധാനമന്ത്രി വരെ ഇറക്കി പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ കൈമലർത്തുന്നു എന്നാണ് പരാതിക്കാരുടെ ആരോപണം. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാരായണക്കല്ലെടുക്കും. ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ചുപോയ മാപ്രാണത്തെ ആനന്ദവല്ലി എന്ന വയോധികയ്ക്കുണ്ടായത് അവഹേളനം. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. വീട് പണിയാൻ സഹായം ചോദിച്ച കൊച്ചുവേലായുധന്റെ നിവേദനം സ്വീകരിക്കാതിരുന്നത് തെറ്റായി പോയെന്ന് സമ്മതിച്ചുവെങ്കിലും തുടർച്ചയായി കലുങ്കിൽ തട്ടി സുരേഷ് ഗോപി വീഴുന്നതിന്റെ നിരാശയിലാണ് ബിജെപി. അവൻ ആകെ മാറിപ്പോയി തങ്കപ്പ. അർദ്ധരാത്രി കുട പിടിക്കാൻ തുടങ്ങിയവൻ ഈശ്വരൊന്നും കാണാതിരിക്കില്ല. പിടിച്ചപ്പോ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ല ഇളകിയപ്പോ തിരിഞ്ഞു കടിച്ചത്, എനിക്ക് അന്നേ അറിയാം. കരുവന്നൂർ കൊള്ളക്കാരിൽ നിന്നും പണം കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് വിശ്വസിച്ചാണ് ആനന്ദവല്ലി കലുങ്ക് സംവാദത്തിന് പോയത്. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? കരുവന്നൂർ വിഷയത്തിൽ തൃശൂർ വരെ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായപ്പോൾ കൈമലർത്തുന്നു എന്നാണ് ഇവരുടെ പരാതി. നിങ്ങൾ പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ അല്ലേ? നിങ്ങളുടെ കിട്ടും എന്നൊരു വാക്ക് നല്ലത് പറയായിരുന്നു, അത് സുരേഷ് ഗോപിയുടെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. നമുക്കത് തരുമെന്നുള്ളൊരു കിട്ടും എന്നുള്ളൊരു സങ്കല്പത്തിൽ പോയത്, അത് കിട്ടിയില്ല. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി ഇറക്കിയുള്ള സംവാദങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വടിവെട്ടി കൊടുക്കുന്ന പോലെയാകുന്നുവെന്ന വിലയിരുത്തൽ ബിജെപിയിലുമുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പാർട്ടിയും സുരേഷ് ഗോപി ഞാന് ഒരു വേറെ റൂട്ടിൽ ആരും പോകുന്നില്ല. പാർട്ടീനെ അധികാരത്തിൽ കൊണ്ടുവരാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ, ഇട്ടിക്കണ്ടപ്പാ. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തു കോണ്ടെക്സ്റ്റില് സുരേഷ് ഗോപിജി എന്ത് പറഞ്ഞു അത് വേറൊരു ഇഷ്യൂ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കെന്ന് പറഞ്ഞതാ. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂരിലെ CPM കൊള്ള വീണ്ടും ജനശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ കലുങ്ക് സംവാദത്തിന് കഴിഞ്ഞുവെന്നാണ് ബിജെപിയിലെ ഒരു വിഭാഗത്തിന്റെ വാദം. വോട്ടേ കുത്തും ആലോചിക്കണം, കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവേദിയിൽ സാധാരണക്കാരോടുള്ള സുരേഷ് ഗോപിയുടെ മനോഭാവത്തിൽ തിരുത്തുണ്ടായില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന പൊതുവികാരവും പാർട്ടിക്കുള്ളിലുണ്ട്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. എങ്ങോട്ട് ഇറങ്ങുക, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.